ആ നീ എത്തിയോ? ഞങ്ങളെ അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകാൻ നിൽക്കുക. ഇനിയിപ്പോ നീ അടുക്കളൊന്നും കയറണ്ട. ഒരു കാര്യം ചെയ്യും, ഈ ക്ലാസ്സിൽ മുഴുവൻ പൊടിയാ. ഇത് തുടച്ചിട്ട് നീ വെക്കോട്ടോ. തുണി ആ കാറ് തുടയ്ക്കുന്ന തുണി മിഷീൻ ഇട്ടിരിക്കുന്നു. ഒരു മിനിറ്റ്, ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. എന്നാ നീ ഇതിട്ട് തുടച്ചോട്ടോ. ഇത് നല്ല ഡ്രസ്സല്ലേ? അതിന്റെ സ്റ്റിക്കർ ആയതുകൊണ്ടേ അതൊന്നും അവന് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തുടച്ചായി. സന്ധ്യ മതി കേട്ടോ. പിന്നെ പോകുമ്പോഴേ ഈ കവർ കൊണ്ടിരിക്കും. കുഞ്ഞിന്റെ കുറച്ച് പഴയ ഡ്രസ്സുകളാ, ഒന്നും അവൻ ഉപയോഗിക്കുന്നില്ല. അയ്യോ അതൊന്നും വേണ്ട. സന്ധ്യ താനായാലും ഒന്നും വിചാരിക്കുന്നു വേണ്ട. എൻ്റെ അമ്മയും വീട്ടുപണിയെടുത്തിട്ട് തന്നെയാ എന്നെ വളർത്തിയത്. ഇതുപോലെ ഓരോ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാ ഞാൻ സ്കൂളിൽ പോയി തുടങ്ങിയത്. പിന്നെ പണ്ട് അമ്മനോട് ഞാനും ഓരോ വീട്ടിൽ പണിക്ക് പോയതേ. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് സ്കൂട്ടർ തുടയ്ക്കാൻ വേണ്ടി പഴയ തുണി വന്നപ്പോഴേ എൻ്റെ അമ്മ ഇതുപോലെ ചെയ്തത്. ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ അമ്മയാണ് ഓർമ്മ വന്നത്. എന്നാലും ഇതുപോലെ വളർന്ന കുട്ടികളുണ്ടല്ലോ, ഒരു ജീവിതത്തിൽ ഒരിക്കലും തോക്കില്ല കേട്ടോ. ഇത് കൊണ്ടേക്കോ.